ഇന്നിവിടെ പറയാൻ പോകുന്നു. തമിഴ് കവിയായ ഇളങ്കോവൻ എഴുതിയ ചിലപ്പതികാരം എന്ന കവിതയിലെ അതിപ്രധാനമായ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ കഥയിലെ നായിക. ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരാണ് അന്ന് തമിഴ്നാട് വാണിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത്. അക്കാലത്ത് മധുര നഗരത്തിൽ മാതേയൻ എന്നൊരു ധനികപ്രമാണി ജീവിച്ചിരുന്നു. അയാൾക്ക് അതിസുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾക്ക് പേരുകെട്ട മാതേയന്റെ ഒരേ ഒരു മകൾ. അവളുടെ പേരാണ് കണ്ണകി. അപ്സരസാണവൾ, കന്യകയാണവൾ, സുന്ദരിയാണോ സുശീലയുമാണവൾ. അപ്സരസാണവൾ, കന്യകയാണവൾ, സുന്ദരിയാണോ സുശീലയുമാണവൾ. സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ. അപ്സരസാണവൾ, കന്യകയാണവൾ, സ്വഭാവത്തിന്റെ ദേവതയാണവൾ. അപ്സരസാണവൾ, കന്യകയാണവൾ, അപ്സരസാണവൾ, കന്യകയാണവൾ, സുന്ദരിയാണു സുശീലയുമാണവൾ. സ്വഭാവത്തിന്റെ ദേവതയാണവൾ. അപ്സരസാണവൾ, കന്യകയാണവൾ. സൽസ്വഭാവത്തിന്റെ കാര്യത്തിൽ ദേവതയാണവൾ. സത്യവും ധർമ്മവും അവളുടെ കൂടപ്പിറപ്പാണ്. അക്കാലത്ത് അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. അത്രയ്ക്ക് സുന്ദരിയും സുശീലയുമാണവൾ. മാത്രവുമല്ല, എല്ലാവരോടും സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതവും അതായിരുന്നു കണ്ണകി. ചുരുക്കി പറഞ്ഞാൽ അതുപോലൊരു പെൺകുട്ടി ആ നാട്ടിലില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അവളെ കാണുമ്പോൾ ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്: വെണ്ണി നിലാവിൽ കുളിച്ചതാണോ, വെണ്ണക്കൽ കൊണ്ടു കഴിഞ്ഞതാണോ, ദമയന്തിയാണോ നീ, ഹംസമാണോ നീ, ലക്ഷ്മന്റെ പുത്രി സതിയാണോ നീ. വെണ്ണി നിലാവിൽ കുളിച്ചതാണോ, വെണ്ണക്കൽ കൊണ്ടു കഴിഞ്ഞതാണോ, ദമയന്തിയാണോ നീ, ലക്ഷ്മന്റെ പുത്രി സതിയാണോ നീ. അവളെ കണ്ടാൽ പലർക്കും സംശയമാണ്. അത് വെണ്ണക്കല്ലിൽ തീർത്ത ശില്പമാണോ, അതോ വെണ്ണി നിലാവിൽ കുളിച്ചതാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ദമയന്തിയാണോ, അല്ലെങ്കിൽ അവൾ ദക്ഷന്റെ പുത്രി സതിയാണോ? അങ്ങനെ ആളുകളുടെ സംശയം തീരുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: മധുരാപുരിയിലെ മാതേയന്റെ ഒരേ ഒരു പുത്രിയാണവൾ. മാത്രമല്ല, അവൾ അച്ഛന്റെയോ മന പുത്രിയാണ്. അമ്മയില്ലാതെ വളർന്നതാണ്. അച്ഛന്റെയോ മന പുത്രിയാണ്. അമ്മയില്ലാതെ വളർന്നതാണ്. അച്ഛന്റെ തണലിൽ വളർന്നതാണ്. ആരോമലിച്ചു വളർത്തിയതാണ്. അച്ഛന്റെ തണലിൽ വളർന്നതാണ്. ആരോമലിച്ചു വളർത്തിയതാണ്. അച്ഛന്റെയോ പുത്രിയാണ്. അമ്മയില്ലാതെ വളർന്നതാണ്. അച്ഛന്റെ തണലിൽ വളർന്നതാണ്. ആരോമലിച്ചു വളർത്തിയതാണ്. അതെ,
എന്തെന്നറിയാതെയാണ് കണ്ണകി വളർന്നത്. ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നൽകിയാണ് മാതേയൻ തൻ്റെ മകളെ വളർത്തിയത്. സുന്ദരിയും സുശീലയുമായ കണ്ണകി നല്ലൊരു നർത്തകി കൂടിയാണ്. മാത്രവുമല്ല, അവളൊരു ദേവീ ഭക്ത കൂടിയാണ്. മുട്ടോളം എത്തുന്ന മുടിയിൽ തുളസി കതിർ ചൂടി മുണ്ടും നേരിയതുമെടുത്ത് തൻ്റെ കൂട്ടുകാരികളുമൊത്ത് അതാ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്ന അവളെ കണ്ടിട്ട് ചിലർ ഇങ്ങനെ പറയാറുണ്ട്: അങ്കലാവണ്യം നിറഞ്ഞു നിൻവര, അങ്കനയാണവൾ കണ്ണകി. അങ്കലാവണ്യം നിറഞ്ഞു നിൻവര, അങ്കനയാണവൾ കണ്ണകി. ആരു കണ്ടാലും കൊതിക്കുന്നൊരാ കന്യകയാണവൾ കണ്ണകി. ആരു കണ്ടാലും കൊതിക്കുന്നൊരാ അങ്കലാവണ്യം നിറഞ്ഞു നിന്നൊരാ അങ്കനയാണവൾ കണ്ണകി. ആരു കണ്ടാലും കൊതിക്കുന്നൊരാ കന്യകയാണവൾ കണ്ണകി. കന്യകയാണവൾ കണ്ണകി. കന്യകയാണവൾ കണ്ണകി. അങ്ങനെ കാലം കടന്നുപോയി. കണ്ണകി വളർന്നു. അവൾക്ക് കല്യാണ പ്രായമായി. മാതേയൻ തൻ്റെ പുത്രിക്ക് വേണ്ടി വിവാഹാലോചനകൾ തുടങ്ങി. ഒരു നല്ല വരനെ തേടിയുള്ള അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം അധിക നാൾ വേണ്ടി വന്നില്ല. അധികം വൈകാതെ തന്നെ മാതേയൻ തൻ്റെ മകൾക്കൊരു വരനെ കണ്ടെത്തി. അത് മധുരാപുരിക്കപ്പുറത്ത് കാവേരി എന്നൊരു നാടുണ്ട്. കാവിലെ നാടുകൾക്കപ്പുറത്ത് കാവേരി എന്നൊരു നാടുണ്ട്. മധുരാപുരിക്കപ്പുറത്ത് കാവേരി എന്നൊരു നാടുണ്ട്. കാവിലെ എന്നൊരു കോമളകൻ മധുരാപുരിക്കപ്പുറത്ത് കാവേരി എന്നൊരു നാടുണ്ട്. മാമല നാടുകൾക്കപ്പുറത്ത് കാവേരി എന്നൊരു നാടുണ്ട്. മധുരാപുരിക്കപ്പുറത്ത് കാവേരി എന്നൊരു നാടുണ്ട്. കാവിലെ എന്നൊരു കോമളകൻ മധുര നഗരത്തിൽ തന്നെയുള്ള കാവേരി പട്ടണം. ആ കാവേരി പട്ടണത്തിൽ പേരും പെരുമയുമുള്ളൊരു തറവാട്. ആ തറവാട്ടിലെ ഒരേ ഒരു ആൺതരി, അതാണ് കോവിലൻ. ഒരു കുതിരവണ്ടിയുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നതായി അവർക്ക് തോന്നി. അവർ പുറത്തേക്ക് നോക്കി. അതാ ആ കുതിരവണ്ടി കണ്ണകിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. അതാ കുറച്ചാളുകൾ ആ വണ്ടിയിൽ നിന്നിറങ്ങുന്നു. ആ കൂട്ടത്തിൽ സുന്ദരനും സുമുഖനുമായ ആ ചെറുപ്പക്കാരെയും കൂടെ വന്നിരിക്കുന്നവരെയും നോക്കി മാതേ ഒന്ന് പുഞ്ചിരിച്ചു. വീണ്ടും ആ ചെറുപ്പക്കാരനെ നോക്കി മാതേയൻ ചോദിച്ചു, എന്താണ് പേര്? വളരെ വിനയത്തോടു കൂടി അയാൾ പറഞ്ഞു, കോവിലൻ.
അതെ, അയാളുടെ പേരാണ് കോവിലൻ. ആ സമയത്ത് കോമളനാം കോവിലനെ കണ്ട നേരത്ത് വാതിലവൾ ചാരിനിന്നു ആരും കാണാതെ. കോമളനാം കോവിലനെ കണ്ട നേരത്ത് വാതിലവൾ ചാരിനിന്നു ആരും കാണാതെ. കള്ളക്കണ്ണൊഴിയിട്ടു നോക്കി കാമദേവനെ കൺകുളിയിൽ കണ്ടു കണ്ണൻ പ്രേമരൂപനെ. കള്ളക്കണ്ണൊഴിയിട്ടു നോക്കി കാമദേവനെ കൺകുളിയിൽ കണ്ടു കണ്ണൻ പ്രേമരൂപനെ. കോമളനാം കോവിലനെ കണ്ട നേരത്ത് വാതിലവൾ ചാരിനിന്നു ആരും കാണാതെ. കള്ളക്കണ്ണൊഴിയിട്ടു നോക്കി കാമദേവനെ കൺകുളിയിൽ കണ്ടു കണ്ണൻ പ്രേമരൂപനെ. കൺകുളിയിൽ കണ്ടു കണ്ണൻ പ്രേമരൂപനെ. കൺകുളിയിൽ കണ്ടു കണ്ണൻ പ്രേമരൂപനെ. ആ സമയത്ത് അകത്തു നിന്നും കണ്ണകിയും കൂട്ടുകാരികളും ഇതെല്ലാം കേൾക്കുകയും വാതിലിന്റെ മറവിലൂടെ ആ യുവകോമളനെ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മാതേൻ കുറച്ചു സമയം തന്റെ മകളെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ശേഷം അയാൾ അകത്തേക്ക് നോക്കി തന്റെ മകളെ വിളിച്ചു. മോളെ കണ്ണകി, കുടിക്കാൻ കുറച്ച് സംഭാരം കൊണ്ടുവരൂ. സംഭാരമെല്ലാം അകത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കേൾക്കേണ്ട താമസം ഒരു പാത്രത്തിൽ കുറച്ച് സംഭാരവുമായി അതാ കണ്ണകി അവരുടെ മുന്നിലേക്ക് മതം മതം കടന്നു വന്നു. അവൾ സംഭാരം താഴെ വെച്ചു. അതിൽ ഒരു പാത്രം സംഭാരമെടുത്ത് അവൾ കോവിലിന്റെ മുന്നിലേക്ക് വച്ചു നീട്ടി. ആ സമയത്ത് അവർ പരസ്പരം ഒന്ന് നോക്കി. ആ കണ്ണുകൾ വീണ്ടും സംഭാര പാത്രമെടുത്ത് അവൾ കോവിലിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. അവർ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സംഭാരം കുടിക്കുന്നതിനിടയിൽ അവർ അവളോട് ചോദിച്ചു, എന്താണ് മോളുടെ പേര്? പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കണ്ണകി. വീണ്ടും കോവിലിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അതാ വേഗം അകത്തേക്ക് പോയി. കോവിലാവട്ടെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം അവന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രായമുള്ള സ്ത്രീ കോവിലിന്റെ അമ്മ പറയുകയാണ്, മോളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഒട്ടും വൈകിക്കണ്ട, എത്രയും വേഗം വേലി നടത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അതാ കോവിലനും കുടുംബവും തിരിച്ചു പോകുവാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് കണ്ണകിയെ ഒരിക്കൽ കൂടി കാണണമെന്ന മോഹം പൂവണിയാതെ അവൻ യാത്രയായി. അവൻ ചന്ദനം കൊണ്ടു കടന്നതാണ്. കാലം കടഞ്ഞെടുത്ത വേലിയാണ്. അവൻ കമനീയ രൂപമാണ്. ഒരു കാമനാണ്. കാഞ്ചനത്തിൻ നിറമാണ്. ചന്ദ്രികവാനി ഉദിച്ചതാണ്. അവൻ ചന്ദനം കൊണ്ടു കടന്നതാണ്.
ചോദിച്ചു. എന്താണ് ആര്യപുത്ര പറഞ്ഞാലും? മധുരപുരി വിട്ട് മറ്റൊരു നാട്ടിൽ വ്യാപാരത്തിനായി പോയിടണം. മധുരപുരി വിട്ട് മറ്റൊരു നാട്ടിൽ വ്യാപാരത്തിനായി പോയിടണം. എത്രയും വേഗം മടങ്ങിയെത്താം എന്നൊരു പുത്രിക്കരികിലെത്താം. എത്രയും വേഗം മടങ്ങിയെത്താം എന്നൊരു പുത്രിക്കരികിലെത്താം. മധുരപുരി വിട്ട് മറ്റൊരു നാട്ടിൽ വ്യാപാരത്തിനായി പോയിടണം. എത്രയും വേഗം മടങ്ങിയെത്താം എന്നൊരു പുത്രിക്കരികിലെത്താം. എത്രയും വേഗം മടങ്ങിയെത്താം എന്നൊരു പുത്രിക്കരികിലെത്താം. വിവാഹശേഷം കോവിൽ ആരും കണ്ടാൽ കൊതിക്കുമാ നല്ല സുന്ദരി മധുരം പതിനേഴിലെത്തി നിൽക്കുന്നൊരു നാടകത്തിടം പാടു നർത്തനി. ഒരു മധുരക്കരിമ്പാടു സുന്ദരി, ഒരു മധുരക്കരിമ്പാടു സുന്ദരി, ഒരു മധുരക്കരിമ്പാടു സുന്ദരി. അതിമനോഹരമായ നൃത്തം. തഞ്ചാവൂരിലെ പ്രസിദ്ധയായ നർത്തകി മാധുരി. അതെ, മാധുരി എന്നാണ് അവളുടെ പേര്. അവൾ കാണാൻ സുന്ദരിയാണ്. ആര് കണ്ടാലും അവൾ ഇഷ്ടപ്പെട്ടു പോകും. കണ്ണിനും കാതിനും നടന വിസ്മയം തീർക്കുന്ന അതിമനോഹരമായ അവളുടെ നൃത്തം കണ്ട്
നമ്മുടെ കഥാനായകൻ കോവിലൻ അവളിൽ ആകൃഷ്ടനായി. നൃത്തം കഴിഞ്ഞ് ആ നർത്തകിയെ ചെന്നു കണ്ട് കോവിലൻ അവളെ അഭിനന്ദിക്കുന്നു. നൃത്തം മാത്രമല്ല, ഈ അംഗലാവണ്യവും മനോഹരം തന്നെ. ഇതുപോലൊരു നൃത്തം ഞാൻ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കോവിലൻ തന്റെ കയ്യിൽ കിടക്കുന്ന ആ വൈരക്കൽ മോതിരം മൂടി അവൾക്ക് സമ്മാനിക്കുന്നു. മോതിരം വാങ്ങി തന്റെ വിരലിൽ അണിഞ്ഞുകൊണ്ട് അവൾ കോവിലനെ നോക്കി ശൃംഗാരഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ, അങ്ങ് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ? കാവേരി എന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. രത്നവ്യാപാരത്തിനായി ഇവിടെ വന്നതാണ്. കോവിലൻ തന്റെ എല്ലാ കാര്യങ്ങളും അവളെ പറഞ്ഞു മനസ്സിലാക്കി. രത്നവ്യാപാരം എന്ന് കേട്ടപ്പോൾ അവൾ ഈ അവസരം പാഴാക്കാൻ പാടില്ല എന്നവൾ തീരുമാനമെടുത്തു. അവൾ കോവിലനോട് പറഞ്ഞു, ഈ മോതിരം എനിക്ക് വളരെ ഇഷ്ടമായി. ഇതുപോലൊരു സമ്മാനം ആരും എനിക്ക് തന്നിട്ടില്ല. കോവിലന്റെ പണവും സമ്പത്തും ഉപയോഗിച്ചവൾ കൊട്ടാരം പോലുള്ള മണിമന്ദിരങ്ങളും നർത്തനശാലകളും പണിതുയർത്തി. അവിടെ കാവൽക്കാരെയും പരിചാരകരെയും നിയമിച്ചു. കുബേരനായ കോവിലൻ പൂജേലനായി മാറി. അങ്ങനെ അവിടെ പൂന്താനം പാടിയതും സംഭവിച്ചു. 2-4 ദിനം കൊണ്ടൊരുത്തനെ നടത്തുന്ന നർത്തകിയാവട്ടെ കോവിലനോട് വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട കോവിലൻ അവളുടെ അടിമയായി മാറി. ഒരു ദിവസം അവൾ ദേഷ്യത്തോടെ കോവിലിനോട് പറഞ്ഞു, എന്തിനാണ് ഇനിയും ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നത്? ഇനി എന്റെ മുന്നിൽ ഒരിക്കലും വന്നു പോകരുത്. ഇനിയും ഇവിടെ നിന്നാൽ എന്റെ ജോലിക്കാർ വന്ന് നിങ്ങളെ പിടിച്ചു കെട്ടും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകൂ. അത് മാധുരിയുടെ കൽപ്പനയായി. അവളുടെ കപടമുഖം കോവിലിന്റെ മുന്നിൽ തെളിഞ്ഞു. നർത്തനശാലയുടെ വാതിലുകൾ അടഞ്ഞു. തനിക്ക് പറ്റിയ ചതിയോർത്ത് കോവിലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ നിറമെഴികളോടെ തിരിച്ചു നടക്കാൻ തുടങ്ങി. മുഖത്തൊരു പുഞ്ചിരിയുടെ പൂനിലാവ് വിരിയുന്നത് കാണാമായിരുന്നു. അത് മറ്റാരുമല്ല, കണ്ണകിയുടെ പ്രിയപ്പെട്ട കോവിലൻ. അതെ, അത് കോവിലൻ തന്നെ. അവൾ പൂമുഖം പടിയിൽ കിടന്ന് അതാ പുറത്തെ ഓടുകയാണ്. അവൾ ഓടിച്ചെന്ന് കോവിലിന്റെ കയ്യിൽ പിടിച്ചു അവനെ വീടിനകത്തേക്ക് കൊണ്ടുവന്നു. കണ്ണകിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുകൾ അടർന്നു വീണു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. കോവിലിനും കണ്ണകിയെ നോക്കി കരയാൻ തുടങ്ങി. അപ്പോൾ കണ്ണകി ചോദിച്ചു, ഇത്രയും നാൾ അങ്ങ് എവിടെയായിരുന്നു? നൽകിയിടണേ, മാപ്പു നൽകി
മാപ്പു നൽകിയിടണേ മാപ്പു നൽകിയിടണേ അരുതാത്തൊരപരാധം ചെയ്തു പോയി മാപ്പു നൽകിയിടണേ മാപ്പു നൽകിയിടണേ അരുതാത്തൊരപരാധം ചെയ്തു പോയി കോവിലിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പാശ്ചാത്തപിച്ചുകൊണ്ട് അയാൾ മാപ്പ് ചോദിക്കുകയാണ്. അരുതരുതേൻ പ്രിയതമനോട് മാപ്പു ചോദിക്കരുതേ അരുതരുതേൻ പ്രിയതമനോട് മാപ്പു ചോദിക്കരുതേ മാപ്പു ചോദിക്കുവാൻ മാത്രമെന്നോട് അപരാധമെന്തു ചെയ്തു അപരാധമെന്തു ചെയ്തു മാപ്പു ചോദിക്കുവാൻ മാത്രമെന്നോട് അപരാധമെന്തു ചെയ്തു അപരാധമെന്തു ചെയ്തു തെറ്റാണ് അങ്ങ് ചെയ്തത്. അങ്ങ് വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നു. അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? നർത്തന ചാതുര്യം കണ്ടുമയങ്ങി മോഹവലയത്തിൽ പെട്ടുപോയി നർത്തന ചാതുര്യം കണ്ടുമയങ്ങി മോഹവലയത്തിൽ പെട്ടുപോയി അവിവേകം കാണിച്ചു എന്നെ വഞ്ചിച്ചു ഞാനാ ചതിയിൽ പെട്ടുപോയി ഞാനാ ചതിയിൽ പെട്ടുപോയി നർത്തന ചാതുര്യം കണ്ടുമയങ്ങി മോഹവലയത്തിൽ പെട്ടുപോയി അവിവേകം കാണിച്ചു എന്നെ വഞ്ചിച്ചു ഞാനാ ചതിയിൽ പെട്ടുപോയി ഞാനാ ചതിയിൽ പെട്ടുപോയി കണ്ണകി, എനിക്കു ചതിപറ്റിപ്പോയി. മാധുരി എന്ന നർത്തയുടെ നൃത്തചാതുര്യത്തിൽ ഞാൻ ആകൃഷ്ടനായി. അവളുടെ മോഹവലയത്തിൽ ഞാൻ പെട്ടുപോയി. ഞാൻ അവിവേകം കാണിച്ചു. ആ നർത്തകി സ്നേഹം നടിച്ചെന്നെ വഞ്ചിക്കുകയായിരുന്നു. എന്റെ സ്വത്തും പണവും എല്ലാം എനിക്ക് നഷ്ടമായി. എന്റെ പ്രിയതമേ, നീ എന്നോട് ക്ഷമിച്ചാൽ ആ സമയത്ത് സ്വന്തം പണവും എനിക്ക് വേണ്ട എന്നാരെ പുത്രനെ മാത്രം മതി സ്വന്തം പണവും എനിക്ക് വേണ്ട എന്നാരെ പുത്രനെ മാത്രം മതി സ്വത്തിനെക്കാളും പണത്തിനെക്കാളും എത്ര വലുതാണെന്നായിരുന്നൻ എന്നാരെ പുത്രനെ മാത്രം മതി എന്നാരെ പുത്രനെ മാത്രം മതി സ്വത്തും പണവും എനിക്ക് വേണ്ട എന്നാരെ പുത്രനെ മാത്രം മതി സ്വത്തും പണവും എനിക്ക് വേണ്ട എന്നാരെ പുത്രനെ മാത്രം മതി സ്വത്തിനേക്കാളും Yeah.
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി കണ്ണയുടെ മുന്നിൽ അപ്പോൾ ഒരു വഴിയേ ഉണ്ടായിരുന്നു. തന്റെ കനകച്ചിലമ്പിൽ ഒന്നെടുത്ത് വിൽക്കുക. അവൾ തന്റെ 2 ചിലമ്പുകളിൽ ഒരു ചിലമ്പുമായി അതാ കോവിലന്റെ മുന്നിലെത്തി. കോവിലൻ തന്നുടെ കൈകളിലേക്കവർ കനകച്ചിലമ്പു വെച്ചു കിട്ടി. തുമ്പവിടവുമുള്ളിൽ നിറച്ചു കനകച്ചിലമ്പവൾ വെച്ചു കിട്ടി. കോവിലൻ തന്നുടെ കൈകളിലേക്കവർ കനകച്ചിലമ്പു വെച്ചു കിട്ടി. തുമ്പവിടവുമുള്ളിൽ നിറച്ചു കനകച്ചിലമ്പവൾ വെച്ചു കിട്ടി. കനകച്ചിലമ്പവൾ വെച്ചു കിട്ടി. കനകച്ചിലമ്പവൾ വെച്ചു കിട്ടി. അവൾ ആ ചിലമ്പ് കോവിലന്റെ നേർക്ക് വച്ചു നീട്ടിക്കൊണ്ട് പറഞ്ഞു, "ദാ, ഇത് കൊണ്ടുപോയി വിൽക്കൂ." അതാ ആ കാണുന്നതാണ് മധുരാ നഗരം. മധുരാപുരിയുടെ രാജാതിരാജനായ പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരം. അവിടെയാണ് ആ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത്. അതാ നോക്കൂ, അവിടെ അതാ നോക്കൂ, പരിചാരകരും ഭടന്മാരുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ അതാ വിളിച്ചു പറയുന്നു, "രാജാതിരാജനായ പാണ്ഡ്യരാജൻ ഇതാ എഴുന്നള്ളുന്നു." ആരവിടെ? രാജകൽപ്പനയുടെ വിളംബര പത്രവുമായി ഒരാൾ കടന്നു വരുന്നു. അയാൾ രാജകൽപ്പന വിളംബരം ചെയ്യുന്നു. മധുരാപുരിയിലെ രാജാതിരാജനാം പാണ്ഡ്യരാജൻ ക്ഷത്രിയ പത്നിയാം മധുരാറാണിതൻ പൊന്നിൻ ചിലമ്പു കളവ് പോയി. പൊന്നിൻ ചിലമ്പു കളവ് പോയി. രാജാതിരാജനായ പാണ്ഡ്യരാജന്റെ പത്നിയായ മധുരാ റാണിയുടെ പൊന്നിൻ ചിലമ്പ് മോഷണം പോയിരിക്കുന്നു. ആയതിനാൽ നഗരത്തിൽ ചെല്ലണം, നാടകം തിരക്കണം, കണ്ടുപിടിക്കണം പൊൻചിലമ്പ്. കൊണ്ടുവന്നിടണം പൊൻചിലമ്പ്. നഗരത്തിൽ ചെല്ലണം, നാടകം തിരക്കണം, കണ്ടുപിടിക്കണം പൊൻചിലമ്പ്. കൊണ്ടുവന്നിടണം പൊൻചിലമ്പ്. കൊണ്ടുവന്നിടണം പൊൻചിലമ്പ്. പൊന്നിൻ ചിലമ്പ് മോഷ്ടിച്ചവനെയും എത്രയും പെട്ടെന്ന് തന്നെ രാജാവിന്റെ മുന്നിൽ. പാവം കോവിലൻ ഇതൊന്നും അറിയാതെയാണ് ആ കടയിലെത്തിയത്. കോവിലൻ ആ ചിലമ്പ് തട്ടാനെ കാണിച്ചു. അയാൾ ആ ചിലമ്പ് കയ്യിലെടുത്തു. കോവിലനെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് എന്തോ ആലോചിച്ച ശേഷം അയാൾ കോവിലനോട് ചോദിച്ചു. അയാൾ കോവിലിനോട് പറഞ്ഞു, "ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല വിലപിടിപ്പുള്ള ചിലമ്പാണ്. ഇതെവിടെ നിന്ന് കിട്ടി?" "ഇതെന്റെ പ്രിയതമ കണ്ണകിയുടെ ചിലമ്പാണ്." "കൊള്ളാം കൊള്ളാം, നിങ്ങളുടെ ഭാര്യ അത്രക്ക് സമ്പത്തുള്ള സ്ത്രീയാണോ?" "അതെ, മാതേന്റെ പുത്രി കണ്ണകിയാണ് എന്റെ ഭാര്യ." "കൊള്ളാം കൊള്ളാം, ഇത് കണ്ടാൽ ഇതെവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് തോന്നിപ്പോകും." "ഒരിക്കലുമല്ല, ഇതെന്റെ കണ്ണകിയുടെ ചിലമ്പാണ്." ശരി ശരി, ഞാനിതൊന്ന് ഉരച്ചു നോക്കട്ടെ, എന്നിട്ട് വില പറയാം എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി. ഈ സമയം അയാൾ തന്റെ ആളുകളെ കൊട്ടാരത്തിലേക്ക് അയച്ച് രാജാവിനെ വിവരം ധരിപ്പിച്ചു. രാജ്ഞിയുടെ കാണാതായ ചിലമ്പും മോഷ്ടിച്ച കള്ളനെയും ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ സന്ദേശം.
സമയം കഴിഞ്ഞിട്ടും വ്യാപാരി കോവിലിന് പണം കൊടുക്കുന്നില്ല. കോവിലൻ വ്യാപാരിയെ കാത്തിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് അതാ വ്യാപാരി പുറത്തേക്ക് വരുന്നു. അപ്പോൾ കോവിലൻ ചോദിച്ചു, എന്താണ് ഇത്രയും വൈകുന്നത്? ഒട്ടും വൈകില്ല, ഇപ്പോൾ തന്നെ പണവുമായി അവരെത്തും. അവരോ? അതാര്? ഇത് പറഞ്ഞു തീർന്നില്ല. അതാ ആ കടയുടെ മുന്നിൽ രാജഭടന്മാർ എത്തി. ഇവരാണ് പണവുമായി വരുന്നത്. ഇവൻ തന്നെ, ഇവനെ കൊണ്ടുപോയിക്കൊള്ളൂ. രാജഭടന്മാർ വന്നു നിരന്നു. എന്തെന്നറിയാതെ കോവിലൻ നിന്നു. എത്രയും പെട്ടെന്ന് ബന്ധിതനാക്കി ഭയന്നു വിറച്ചു കോവിലനപ്പോ. അപ്പോൾ കോവിലൻ ചോദിച്ചു, പ്രഭു, ഇവരെന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രഭു. ഒരു തെറ്റും ചെയ്യാതെയാണോ ഈ ചിലമ്പ് നിന്റെ കയ്യിൽ വന്നത്? അവിടെ നിന്ന് വിശ്വസിച്ചാലും ഇതെന്റെ പ്രിയതമ കണ്ണകിയുടെ ചിലമ്പാണ് പ്രഭു. നിന്റെ കണ്ണകിയുടെ ചിലമ്പോ? ഇത് മധുര സാമ്രാജ്യത്തിന്റെ രാജ്ഞിയുടെ ചിലമ്പാണ്. ഇത് നീ മോഷ്ടിച്ചതാണ്. നീ കള്ളനാണ്. ഞാൻ ഒരിക്കൽ പോലും ഈ കൊട്ടാരത്തിൽ വന്നിട്ടില്ല പ്രഭു. പിന്നെ എങ്ങനെയാണ് പ്രഭു ഞാനിത് മോഷ്ടിക്കുന്നത്? ഇത് പിന്നെ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? പറയൂ. ഇതെന്റെ പ്രിയപ്പെട്ടവൾ കണ്ണകിയുടെ ചിലമ്പാണ്. ഇത് വിൽക്കാനായി എന്നെ ഏൽപ്പിച്ചതാണ് പ്രഭു. എങ്കിൽ ഇത് നിന്റെ ഭാര്യയായിരിക്കും മോഷ്ടിച്ചത്. അരുത് പ്രഭു, അരുത്, അങ്ങനെ പറയരുത്. എന്റെ ഭാര്യ സത്യവും ധർമ്മവും പാലിക്കപ്പെടുന്നവളാണ്. എന്റെ പ്രിയതമ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പ്രഭു. എങ്കിൽ പിന്നെ ആര്? അത് മറ്റാരുമല്ല, നീ തന്നെ. നീയാണിത് മോഷ്ടിച്ചത്. മധുര സാമ്രാജ്യത്തിൽ ഒരു കള്ളനും ഇനി ജീവനോട് ഉണ്ടാകാൻ പാടില്ല. നാം അനുവദിക്കില്ല. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ നാം കൽപ്പിക്കുന്നു. തുടങ്ങട്ടെ. ഉടൻ തന്നെ രാജഭടന്മാർ അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറുകൾ കൊണ്ട് അവനെ അടിക്കുവാൻ തുടങ്ങി. കൊല്ലല്ലേ, കൊല്ലല്ലേ തമ്പുരാനേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കൊല്ലല്ലേ, കൊല്ലല്ലേ തമ്പുരാനേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കൊല്ലല്ലേ, കൊല്ലല്ലേ തമ്പുരാനേ, ഒരു തെറ്റും ചെയ്യാത്തോരെന്നെ എന്തിനും കുറ്റം വിധിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്തോരെന്നെ എന്തിനും കുറ്റം വിധിക്കുന്നു. കുറ്റം വിധിക്കുന്നു. കുറ്റം വിധിക്കുന്നു. കോവിലൻ എത്ര ജേനപേക്ഷിച്ചിട്ടും രാജാവിന്റെ മനസ്സറിഞ്ഞില്ല. വരട്ടെ. ഉടൻ തന്നെ രാജകൽപ്പന എഴുതിയ ഒരു തിട്ടൂരവുമായി അതാ ഒരു പരിചാരകൻ കടന്നു വരുന്നു. മൂന്ന് വട്ടം വിളി പൊങ്ങി. തെറ്റു ചെയ്യാത്തൊരാ കോവിലുള്ള ശിക്ഷ വീണ്ടും പിടിച്ചു പറഞ്ഞു. വീണ്ടും അതാ രാജകൽപ്പന വിളംബരം ചെയ്യുകയാണ്. മധുര റാണിയുടെ പൊന്നിൻ ചിലമ്പ് മോഷ്ടിച്ച കോവിലൻ എന്ന കള്ളന്റെ ശിരസ്സെടുക്കുവാൻ രാജാതിരാജനായ പാണ്ഡ്യരാജൻ ഇതാ കൽപ്പിച്ചുകൊള്ളുന്നു.
കഴിഞ്ഞ ഉടൻ തന്നെ രാജകിങ്കരന്മാർ കോവിലിന്റെ ഗണച്ഛേദം വരുത്തുന്നതിന് വേണ്ടി അതാ അവനെ ബലിപീഠത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. പകയും ദേഷ്യവും ആ മുഖത്ത് കാണാമായിരുന്നു. വീണ്ടും അവൾ രാജാവിനോട് ചോദിക്കുകയാണ്, ജീവന്റെ ജീവനാം എന്നായി പുത്രനെ നീ എന്തു ചെയ്തു നീ എന്തു ചെയ്തു കാട്ടാള എന്നായ പുത്രൻ എന്തപരാധം നിന്നോട് ചെയ്തു കാട്ടാള ജീവന്റെ ജീവനാം എന്നായ പുത്രനെ നീ എന്തു ചെയ്തു നീ എന്തു ചെയ്തു കാട്ടാള. കണ്ണകിയുടെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരുന്നു. നിന്റെ ഭർത്താവ് കള്ളനാണ്. നിന്റെ ഭർത്താവ് പാണ്ഡ്യരാജ്യത്തിന്റെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു, അതാണ് കുറ്റം. ഈ ചിലമ്പ് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ്. അയാൾ ഇത് വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ ഇത് പിടിച്ചെടുത്തത്. ഉണ്ടല്ലോ, ഈ ചിലമ്പിനുള്ളിൽ നിറയെ മുത്തുകളാണ്. മുത്തുകൾ ഇത് കണ്ണകിയുടെ ചിലമ്പോ? നിന്റെ ചിലമ്പിൽ മുത്തുകളാണെന്നോ?
ചിലമ്പിൽ രത്നങ്ങളും. എന്താ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ രാജ്ഞിയുടെ ചിലമ്പിൽ ഒരെണ്ണം വേറെ കാണുമല്ലോ. അതെടുത്ത് പരിശോധിച്ച് നോക്കൂ. എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും നിന്റെ സമാധാനത്തിന് വേണ്ടി മാത്രം. ആരെവിടെ? ഉടൻ തന്നെ ഒരു പരിചാരകൻ രാജ്ഞിയുടെ ചിലമ്പുമായി രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് ആ ചിലമ്പ് വാങ്ങിച്ച് നാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിലമ്പ് അയാൾ താഴേക്കിട്ടു. ഇതിൽ നിന്നും മുത്തുകൾ ചിതറി വീണു. സാധാരണ കാണുന്ന സ്വർണ്ണ മുത്തുകൾ. അത് കണ്ട് രാജാവ് സന്തോഷിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് കണ്ണകി പാണ്ഡ്യരാജന്റെ സിംഹാസനത്തിനടുത്തേക്കതാ അവൾ പാഞ്ഞെടുത്തു. പാണ്ഡ്യരാജന്റെ മുന്നിലിരുന്ന കണ്ണകിയുടെ ചിലമ്പ് അവൾ കയ്യിലെടുത്തു. ദാ നോക്കി നോക്കിക്കോളൂ. എന്റെ ചിലമ്പിനകത്ത് എന്താണെന്ന് നോക്കിക്കോളൂ നരാധമ. ഇത് മാണിക്യമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിലമ്പവൾ നിലത്തേക്ക് എറിഞ്ഞുടച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ചിലമ്പിനുള്ളിൽ നിന്നും വിലപിടിപ്പുള്ള മാണിക്യം എങ്ങും ചിതറി വീണു. ആ മുത്തുകളിൽ നിന്നുള്ള പ്രകാശം രാജാവിന്റെ കണ്ണുകളിലേക്ക് തറച്ചു. രാജാവും പരിചാരകരും അമ്പരന്നു. അവരുടെ കണ്ണുകളെ പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാജാവിനെ തന്റെ തെറ്റു മനസ്സിലായി. അയാൾ കണ്ണകിയോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. കണ്ണകി മാപ്പ്, കണ്ണകി മാപ്പ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് തെറ്റുപറ്റി. എന്നോട് മാപ്പാക്കണം കണ്ണകി. കൈകൊണ്ടു കണ്ണകി ഭദ്രയായി ദുർഗയായി കണ്ണകി ദേവിയായി. കൈകൊണ്ടു കണ്ണകി ഭദ്രയായി ദുർഗയായി കൈകൊണ്ടു കണ്ണകി ഭദ്രയായി ദുർഗയായി കൈകൊണ്ടു കണ്ണകി ഭദ്രയായി ദുർഗയായി പെട്ടെന്ന് കണ്ണകിയുടെ രൂപവും ഭാവവും മാറി. രാജസദസ്സ് മുഴുവൻ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. നീ കാട്ടാളാ. നീ മാപ്പർഹിക്കുന്നില്ല. നിരപരാധിയായ എന്റെ പ്രിയതമനെ ക്രൂരമായി കൊന്ന എന്റെ ജീവന്റെ ജീവനായ പ്രിയതമനെ തിരിച്ചു തരാൻ കഴിയുമോ നിനക്ക്? നാടും നഗരവും ചുട്ടുകരിച്ച് നിന്നെയും നിന്റെ കുലവും ഒളിച്ച് നിന്നെയും ഭസ്മമാക്കിയിടും ഞാൻ. നാട് ഭരിക്കുന്ന രാജാവാ നിന്നെ നാടും നഗരവും ചുട്ടുകരിച്ചിടും നിന്നെയും നിന്റെ കുലവും ഒളിച്ച് നിന്നെയും ഭസ്മമാക്കിയിടും ഞാൻ. നിന്നെയും ഭസ്മമാക്കിയിടും ഞാൻ. നിന്നെയും ഭസ്മമാക്കിയിടും ഞാൻ. രാജസദസ്സ് മുഴുവൻ എന്തു സംഭവിക്കുമെന്നറിയാതെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. കണ്ണകി വീണ്ടും കലികൊണ്ട് അലറുകയാണ്. ഹേ നരാധമ, ആദിവൃക്ഷത്തിന്റെ കുലദേവതയായ ഞാനിതാ നിന്നെ ശപിക്കുകയാണ്. നീയും നിന്റെ മധുരാപതിയും കൊട്ടാരവും കത്തിയെറിഞ്ഞ് നീയും നിന്റെ കുലവും വെന്തുകെട്ടിയതായി ഈ സമയം രാജസിംഹാസനത്തെ രക്തം തട്ടാൻ തുടങ്ങി. രാജാവ് സിംഹാസനത്തിൽ കാണാൻ തുടങ്ങി.
പരിചാരകൻ അഗ്നിയിൽപ്പെട്ട് കരയാൻ തുടങ്ങി. കൊട്ടാരത്തിൽ കൂട്ടം കരച്ചിലുകൾ ഉയർന്നു. ആളുകൾ ജീവനും കൊണ്ട് ഓടുകയാണ്. വ്യാപിച്ചു വരുന്നു. ഓടിക്കോ ഓടിക്കോ സാമ്രാജ്യം മുഴുവനായി തീ പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വളരുന്നതിനൊപ്പം കണ്ണകിയും തന്റെ യാത്ര തുടരുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ അതാ മധുരാ നഗരം പൂർണ്ണമായും കത്തിച്ചാമ്പലായി കഴിഞ്ഞു. മധുരാ നഗരം കത്തിച്ചു ഭസ്മമാക്കിയ കണ്ണകി ദേവിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ കണ്ണകി ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ഈ മണ്ണിൽ നിൽക്കില്ല. ഇവിടെ എനിക്ക് ശാന്തിയും സമാധാനവും ലഭിക്കില്ല. ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരിക്കുന്ന ഒരു ചിലമ്പെടുത്ത് അവൾ അനന്തതയിലേക്ക് വലിച്ചെറിയുന്നു. ചിലമ്പ് പോകുന്നതിന് പിന്നാലെ കണ്ണകിയും തന്റെ യാത്ര തുടരുകയാണ്.